പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്തിയിട്ടുള്ളത് പണ്ട്, അതായത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് നമ്മളെ NSSന്റെ ക്യാമ്പും കാര്യങ്ങളായിട്ട് നിന്നൊരു സ്കൂളാണിത്. 7 ദിവസം നമ്മൾ സ്റ്റേ അടിച്ച നമ്മളെ സ്കൂളാണ്, കോടായിക്കൽ സ്കൂൾ. അതേപോലെ തന്നെ നമുക്ക് അന്ന് ഫുഡ് ഉണ്ടായിരുന്നു. 7 ദിവസം നമ്മൾ തീറ്റിപ്പറ്റി നമ്മളെ താത്തണ്ട്, താത്താന്റെ കുടിക്കലുമാണ് ഇന്ന്. ഹൗസ് വാമിങ്. വെൽക്കം ടു ദി വ്ലോഗ്. കം ഓൺ. ഇപ്പോ വിളിച്ചറിഞ്ഞില്ല ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നാലേ അപ്പൊ നമ്മള് 7 ദിവസം വന്ന സ്കൂളാണുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മക്കും വേണ്ടി വന്നതാണ്. ക്യാമ്പിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് കാശ്. നമുക്ക് കണ്ടോ, ഓരോരുത്തരെ കാണട്ടോ. പേര് ഇവിടൊക്കെയാണ് ക്യാമ്പിൽ മെയിന്. മാറ്റി ഒരുങ്ങി വന്നാണ്ട് രാവിലെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ലിസ്റ്റിന്റെ മറ്റേ കിച്ചൺ ഡ്യൂട്ടി. അവളിങ്ങനെ കണ്ണന്നൊക്കെ വെള്ളം വന്നാണ്ട് ഉള്ളിരിഞ്ഞ് അരിയലൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കത്തി പിടിച്ചു NSSന്റെ ക്യാമ്പിനോള്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടു അല്ലേ? എന്നാ ഫസ്റ്റ് കത്തി പിടിച്ച് കണ്ണൂർ സിറാജ് ഫോളോ ചെയ്തത് ഫോളോ ചെയ്യാൻ മറക്കല്ലട്ടാ. ക്യാമ്പ് കഴിഞ്ഞിട്ടേ പോകാൻ നിൽക്കുന്ന ടൈം ഐസ് നിന്നും പിരിഞ്ഞു പോവുകയാണ്. സമാപന സമ്മേളനമൊക്കെ കഴിഞ്ഞ് രായുണ്ട് ബാസിലൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് നമ്മള് കാണുമോന്ന്. പിറ്റേന്ന് കോളേജിൽ കയറാനുള്ളതാണ്. ഇവരൊക്കെ കണ്ണു മൂക്ക് ഈ കറുപ്പായിട്ട് ഈ സഹോദരൻ സിറാജ് കണ്ണൂർ മംഗലം വിളിക്കാൻ വന്നാലും സിറാജ് കണ്ണൂരിന്റെ ലുക്കില്ലേന്. പിന്നെ നമുക്ക് എടുത്തു പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞ ഷെയ്മയാണ്. ഷെയ്മ എവിടെ? ഷെഹിമ വന്നതേ ഷെയ്മന്റെ കണ്ണത്തെ വെള്ളം കൊണ്ട് നമുക്ക് 2 റീൽ ഇറക്കാൻ പറ്റും. ഷെയ്മന്റെ ആ കരച്ചിലുണ്ട്. ലാസ്റ്റ് ചെയ്യുന്ന ഷെയ്മ ഏത് ഷെയ്മേ സങ്കടം കൊണ്ടോ അത്രയും സ്നേഹേന്. റോഷ അഞ്ഞ് നമ്മൾ എന്നാ കാണാൻ റോഷ ചോദിച്ചു. എനിക്ക് പിരിഞ്ഞു പോണീന് സങ്കടമൊന്നുമില്ല. ഞാൻ ക്വാർട്ടർ ഷീറ്റ് കയറ്റി തരാന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ് അവളെ. പാവന്റെ കുട്ടി പിറ്റേന്ന് കോളേജിൽ വരുന്നു. എന്നാലും ഒക്കെ സങ്കടം അല്ലേ ഷെയ്മ? ക്യാമ്പില് എന്താ മിസ് ചെയ്ത് 2 ആൾക്കാര്. ഒന്ന് ഞാൻ, എനിക്ക് പറഞ്ഞാല് ഫുൾ ഡ്യൂട്ടി ആ പ്രഷറിലില്ല. പിന്നെ എന്റെ നിഷാന് എന്ന് പറഞ്ഞ ഗായ്സ് അങ്ങോട്ട് പറയട്ടെ. നിഷാൻ എന്ന് പറഞ്ഞ 1 മിനിറ്റ് ഒന്നുമില്ല പാറ്. രാവിലെ നീച്ച് ഞങ്ങൾക്ക് തിന്നാളെ ഫുഡിന് വേണ്ടി പച്ചക്കറി വാങ്ങാൻ, അരി വാങ്ങാൻ, അങ്ങനെ പലർക്ക് വേണ്ടിയിട്ട് കാക്ക. അതേ നിഷ. അതുകൊണ്ട് കുറെ മെച്ചുണ്ടായിക്കണേ. അതുകൊണ്ട് കുറെ മെച്ചുണ്ടായി. ഞങ്ങൾക്ക് നല്ല നല്ല ഫുഡ് തിന്നാണ്. VIP സെറ്റപ്പ് ഒരു ദിവസം മന്തിയാണെങ്കിൽ, ഒരു ദിവസം നെയ്ച്ചോറ്. ഒരു ദിവസം നെയ്ച്ചോറാണെങ്കിൽ പിറ്റേന്ന് ബിരിയാണി. വെറും ചോറൊന്നും ഇല്ല. രാത്രിയൊക്കെ അൽഫാമ് ചുട്ടിട്ട് തന്തന്റെ മയണൈസ് അങ്ങനെ കുറെ ഓർമ്മകൾ നമുക്ക് അഫ്സലിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പാവം അഫ്സലിന് ഇത് ഇഷ്ടമല്ലോ, ക്രൗഡ് ഇഷ്ടമല്ല. ഇൻട്രോവേർട്ടറാണ്. ക്യാമ്പിനെ കുറിച്ച് അന്നത്തെ നമ്മൾ ആ ഓർമ്മകള്, ആ 7 days വാട്ട് എ ബ്യൂട്ടിഫുൾ. വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ സുബൈക്കൊക്കെ നമ്മള് നീച്ചിട്ടില്ലേ? യോഗൊക്കെ മൂഡ്. ഏറ്റവും മിസ് ചെയ്യുന്ന നമ്മളെ ചെറുമന്റെ രാവിലെ. കാരണം എനിക്ക് നേരത്തെ നീക്കണം. തന്തൊക്കെ മൂടേനാന്ന്. എനിക്ക് നേരത്തെ നീക്കണം. എനിക്ക് നിഷാനൊക്കെ കാരണം അങ്ങക്ക് ഡ്യൂട്ടി ഉണ്ടാവും. സെക്രട്ടറി എന്നുള്ള നിലക്ക് ഞാൻ നീക്കണം. പിന്നെ നിഷാൻ എന്തേലും മറ്റേ സാധനം വാങ്ങാൻ പോണ ആൾക്ക് എന്താ പറയാ ഗായ്സ്? മറ്റേ പർച്ചേസിംഗ് മാനേജർ. ഓൻ പർച്ചേസിംഗ് മാനേജർ. ക്യാമ്പക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും ഓനേക്കാരം വാങ്ങാം. അപ്പൊ ഞങ്ങൾക്ക് 2 നേരത്തെ നീക്കണം. പിന്നെ വിളിച്ചാൽ വരിക ഈ കള്ളപ്പന്നി കയറാം. ഈ വെള്ളപ്പന്നി അല്ലട്ടോ, ഈ കള്ളപ്പന്നി. ഇവിടെ രാവിലെ വന്ന് നോക്കൊരു പൂലുണ്ട്. പഠിച്ചോനെ രാത്രി 1 മണി 2 മണിയൊക്കെ അടക്കാം. ഇജനെയായി കാരണം ഉറക്കത്തിൽ അറിയണ്ടേ ആരാന്നുള്ളത്. പിന്നെ ഞങ്ങളോട് പുതപ്പ് വലിക്കണ്ടെന്ന് പറയും. നമുക്ക് മീന് തീറ്റ കൊടുക്കാൻ പോവാ. അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. ആ പാട്ട് പഠിക്കാൻ തണുപ്പത്തെ തന്ത കക്കുന്നത് മുട്ട കക്കും തന്ത വേണമ്മാ, തന്ത കക്കും മുട്ട വേണമ്മാ. അങ്ങനെയൊക്കെ കൊറേ തന്തനൊക്കെ പാട്ട് അന്നാ ഇറങ്ങിയത്. പിന്നെ ജസ്മൽ ക്ലീനിങ്ങിന് ജസ്മലിനെ കഴിഞ്ഞിട്ട് വേറൊരാളുള്ളതിനാണ്. ക്യാമ്പിന്റെ ശുചീകരണം, ശുചിത്വ ഭാരത് സുന്ദര ഭാരത്, അത് ജസ്മലിനെ കഴിഞ്ഞിട്ടുള്ളതിന്. ബാത്റൂം, വാഷ് ബേസ്, പിന്നെ കിച്ചണ് ഒക്കെ വൃത്തിയാക്കിയത് ആരാ? ഈ ബാബു. പച്ച വീട്ടിൽ പ്രശ്നേഷ്. മറ്റേ പേരെന്തെങ്കിലും ഗ്രീൻ ഹൗസത്തെ സ്ഥലം കാണുന്നുണ്ട് നിങ്ങള്? ഈ റബ്ബറും തോട്ടം. ഞങ്ങള് ക്യാമ്പക്ക് വിറകെടുത്ത സ്ഥലത്തേന് സുല്ലാപ്പൊക്കെ ഏറ്റിട്ട് അവിടുന്ന് വിറക്
എങ്ങനെ പറകിട്ട് കഥ പറയും വ്ളോഗ് കഴിഞ്ഞിട്ട് മതി ഇവിടെ ഫോട്ടോ. വ്ളോഗാണ് മുഖ്യം. പറഞ്ഞോ ആറ്റിറ്റ്യൂഡാ. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങള് വർഗെടുക്കാൻ പോയി എല്ലാത്തിനൊരു നായി ആട്ടി ഈ ചെങ്ങായി അവിടെ കിണർക്ക് എടുത്ത് ചാടി. അതന്നെ കഥ. അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാം. വിശദീകരിച്ച് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തോട്ടെ. വിറക് കൊണ്ടുവരാൻ പോണ കഥ എന്താ അറിയ നിങ്ങക്ക്? അതൊരു വലിയ കഥയാണ്. ആ റബ്ബറും തോട്ടം അല്ലേ? ആ റബ്ബറും തോട്ടം ഞങ്ങൾ വാർത്ത കൊണ്ടുവരാൻ പോയി. നിഷാന്, റോഷന്, തന്തയാണെന്നില് മെയിന്. നേരെ പോയി കൊറേ അപ്പുറത്ത് റബ്ബർ ഫുള്ള് കേറിയാണ്ട് അവിടെ നിന്നുള്ള മട്ടലും ഇതൊക്കെ എടുത്ത്. അപ്പൊ ഇവിടെ കുറച്ച് എന്താ ചെറിയ മരക്കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. തന്തനോട് പറഞ്ഞു ഇത് കുറച്ച് എടുക്ക്. അപ്പൊ പറഞ്ഞു അയച്ചു വെച്ചു ഊരൊക്കെ വരുത്താവും എന്നൊക്കെ പറഞ്ഞു. ഓനെ ഉഡായിപ്പാണല്ലോ. എന്നിട്ട് എന്താട്ടി ഇവനോട് പറഞ്ഞു കജ്ജ് കാട്ടി ഞാൻ 2 വെച്ചായിരുന്നു. ഒരു 5-6 വെച്ചു കൊടുത്തു. പിന്നെ പോയിട്ടോ കുറച്ചിങ്ങനെ നടന്ന്. ഞങ്ങൾക്കാണെങ്കിൽ വലിയ നീളല്ലൊരു കടിയും കിട്ടിയത്. ഞങ്ങൾ അവൻ പിടിച്ചാൽ നടക്കണേ. ഞങ്ങൾക്ക് ഞോന്റെ താങ്ങാൻ വെച്ചാ. ഇവനൊന്ന് ഒരു പറക്ക് ചാടിപ്പോയി. അതിൽ പോ ഇതൊന്ന് വെക്ക് ഇങ്ങനെ പോകും. എന്നിട്ട് ഇങ്ങനെ നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പൊന്തണില്ല. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നീച്ചിക്കും. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ നടക്കിട്ടോ. നടന്നു കഴിഞ്ഞാല് പിന്നെ ഇവന് ഇങ്ങനെ ആട്ടുണ്ട്. എത്ര സംഭവം തേച്ച് പുളിയർമ്പ് കയറിട്ടേ ഇത് പുളിയർമ്പ് ഇങ്ങനെ ആട്ടും. പിന്നെ ഇത് ഞാൻ എപ്പോഴും പറഞ്ഞു ഇടല്ലേ ഞാൻ ഒരു പൊന്തിച്ച ഞങ്ങളുടെ അടുത്ത് വറക്കാണ് പറഞ്ഞു. പാഞ്ഞിട്ടൊരു പാച്ചിലെങ്ങനെ അറിയോ ഇങ്ങനെ വന്ന അതാണ് നമ്മളെ കിച്ചൺ. ആ കിച്ചൺ അവിടെ കൊണ്ടുവന്ന് ഇട്ടിക്കണ്. പാവം നല്ല വിറ്റ്. അതിലേറെ വിറ്റുള്ള എന്താ വെച്ചാല് അത് തന്നെ അല്ലേ. ഞങ്ങളെ വിറ്റേക്കണെന്നുണ്ടെങ്കിൽ മണല് ആ റോഷ പറഞ്ഞെടുത്ത സാധനം രായ്ക്ക് രാമായണം വണ്ടി എടുത്താണ് വിറ്റു. സാറ് പറഞ്ഞ് ലാസ്റ്റത്തിന്റെ മുമ്പത്തെ ദിവസം, അതായത് 5-6 ദിവസം ക്യാമ്പ് ഫയർ നടത്തുന്നുണ്ട്. അതിന് മണൽ വേണം. മണൽ നിങ്ങൾ കൊണ്ടുവന്നാണ് നടത്തി തരാണ്. ആരോട് ഞങ്ങളോടെ ഒറ്റ വൈബിലാണ് പോയി. വേറെ ആൾക്കാർ പോയി. അത് പോട്ടേക്കാ ഒരു സ്കൂട്ടിമ്മ 3 വലിയ ഐസിന്റെ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ ഇട്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി മണലും കൂടി മണമാണ്. അപ്പൊ വണ്ടി എടുത്താണ് വിട്ടു. മണൽ 2 വണ്ടി 6 ആൾക്കാർ. അതിൽ 6 ചാക്കും പിന്നെ ഒരു ഇതും എന്ത് കൈക്കോട്ട്. ഈ കൈക്കോട്ടേറ്റ് കൊത്താൻ നമുക്ക് അറിയില്ല. കൈക്കോട്ട് കൊത്തിയിട്ട് മാന്തിട്ട് അയക്കാന്ന് അറിയണില്ല. എങ്ങനെ ഇട്ടാലും അവിടെ നിലത്തേക്ക് വെക്കും. അങ്ങനെ ഇട്ട് ലാസ്റ്റ് എന്താടി ഞങ്ങള് കജ്ജേറ്റൊക്കെ വാരി ഫുള്ള് നിറച്ച് ചോറിച്ചവരൊക്കെ മണലിടുന്നത്. അതിന് നാട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. മണൽ മാഫിയല്ലേ അറിഞ്ഞ കേസാണ്. രാത്രി ഒരു 6 ആൾക്കാർ രാത്രി മണലായിരിക്കൊണ്ട് ഇരുട്ടത്ത് ഫ്ലാഷ് അടിച്ചാണ്ട് എന്നിട്ട് ഇത് മാന്തി ഫുള്ളാക്കിയാണ്ട് ഒരു ചാക്കില് ഫുള്ള് നിറക്ക. ഏത് ചെറിയ ചാക്കല്ല, സിമെന്റ് ചാക്കം അതിൽ കനം ഉണ്ടാവില്ല എന്നല്ല നമ്മളെ വിചാരം. ഇതാണെങ്കിൽ മണല് കനം ഉണ്ടാവും അന്നാ മനസ്സിലായത്. എന്നിട്ട് പൊന്തിച്ചിട്ട് എത്തണമില്ല. എത്തൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങൾക്ക് അറിയില്ല. ലാസ്റ്റ് കുറച്ച് ആൾക്കാർ വന്ന് നോക്കൂ. കുറച്ച് മണല് ചോദിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് വിഷയം. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ അങ്ങോട്ട് എത്തിച്ചിട്ട സാധനം മണല് കൊടുന്നിട്ടിട്ട് പിന്നെ വരുന്ന മറ്റേ ഓളോബ്രിക്സ് വേണം. ഇത് ഇങ്ങനെയൊക്കെ ഓരോ വണ്ടിയും വലിയ വരുന്ന വെച്ച് ഓളോബ്രിക്സ് വെക്കാൻ പോയി ഞങ്ങള്. അതിനൊക്കെ വരേക്ക് അവിടുന്ന് 9 ഓളോബ്രിക്സ് ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ട് മണലിട്ട് പിന്നെ തീയും നമ്മൾ കൊടുന്ന് വെച്ച വറകും ഒക്കെ ഇട്ട് ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റ് ആക്കി എടുത്തു. അടുത്ത ഓർമ്മ ഉണ്ടോ പൊട്ടാ മണലേറാൻ പോയത്? വറകിട്ടത് ആ മരം ഫുള്ള് നൂലൊക്കെ തൂങ്ങി കാണും. അതൊക്കെ ഞങ്ങള് തൂക്കിയൊന്നുമില്ല. ഒരു കൊല്ലം ഇപ്പോഴും നൂല് അവിടെ ഉണ്ട്. നമുക്കില്ലേനില്ലേ മരത്തിന്റെതൊക്കെ നമ്മള് വീഡിയോയിൽ ആഡ് ആക്കുന്നുണ്ട്. അന്നത്തെ ഫോട്ടോ അതൊക്കെ ഒരു കാലം. എറുമ്പടിച്ചതൊക്കെ ഓർമ്മ ഉണ്ടോ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. ഇവിടേക്ക് എറുമ്പ് കയറിയായിരുന്നു. ഈ മരത്തിന്മേൽ നമ്മൾ ഫ്ലഡ് ലൈറ്റ് വെച്ചത് ഇതേ കാണിച്ചു കൊടുത്താ. ഫ്ലഡ് ലൈറ്റ് വെച്ച് അതിനൊരു പച്ച ലൈറ്റ് ഒക്കെ വന്നാണ്ട് രാത്രി 1 സെറ്റപ്പ് ആയി. ഇവിടെ ഇങ്ങനെ മറ്റേ റിസോർട്ടൊക്കെ പോലെ മറ്റേ ലൈറ്റ് ഉണ്ടായിരുന്നു. പോയി അന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞല്ലോ. ഇപ്പോൾ പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞു. ഒരു രാത്രി ക്യാമ്പില് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലാവോ? കാരണം ഇവിടെ മാപ്പിളം വിളിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഞാനയക്കൂല. ഞാൻ എന്റെ സമ്മതിക്കണേ 50 ആൾക്കാരുടെ ഫോണും സാറിന്റെ ഇന്റെ നമ്മളെ സെക്രട്ടറി ഷെയ്മന്റെ ഫോണും മാത്രമാണ് വിളിച്ചുകൊണ്ട് ഇവളൊക്കെ ഫോൺ ഞാൻ വാങ്ങി വെച്ചു. എനിക്ക് ഇന്താണ് കാരണം ഓളെ നിൽക്കാൻ കഴിഞ്ഞുണ്ട്. വിളിച്ചിട്ടില്ല ഓളെ മാപ്പിളെ പറ്റില്ല. അന്ന് ഇപ്പൊ ഫഹീമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ.
അങ്ങനെ കഴിഞ്ഞു പോയ 7 ദിവസം ഇവിടെയാണ് നമ്മൾ മീറ്റിംഗ് കൂടുതൽ ഇവിടെ ആ സെക്കൻഡ് എ ക്ലാസ്സിൽ രാവിലത്തെ യോഗ ക്ലാസ് ഇവിടെ ഉണ്ടായിരുന്നു ഈ സ്റ്റേജിൽ ഓ അപ്പൊ നമ്മളെ ക്യാമ്പിന്റെ കഥ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞത് ചെറിയ 7 ദിവസത്തെ കഥ വെറും 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തീർത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. മറ്റേ കമന്റ് ഇടാൻ മറക്കില്ല നിങ്ങള് പോലെ കാണുന്നത് വരെ എല്ലാവർക്കും കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ബൈ. മറക്കല്ലേ.